കേട്ടോ, തിരുവനന്തപുരത്ത് ലാറ്റിൻ കമ്മ്യൂണിറ്റി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ MP ആകുമായിരുന്നു. ആർക്കാ സംശയം? അവിടെ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ മൂന്നിടത്തല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചു. എല്ലാ നിയോജക മണ്ഡലത്തിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ആറ്റിങ്ങലിൽ എന്താ? ആറ്റിങ്ങലില് വോട്ടിന്റെ കണക്കെടുത്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും. നമ്മുടെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന നമ്മുടെ മുരളീധരൻ 3,10,000 വോട്ടാ പിടിച്ചിരിക്കും, മനസ്സിലായില്ലേ? അതുപോലെ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ട് എത്രയാണ്? അപ്പോ നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും, BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും BJP സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം കോട്ടയം കൂട്ടണ്ട കേട്ടോ, അത് കൂട്ടിയിട്ട് കാര്യമില്ല. ബാക്കി മുഴുവൻ നിയോജകങ്ങളിലും നോക്കിയാൽ യാതൊരു സംശയമില്ല BJPയുടെ സ്ഥാനാർത്ഥികൾ. ബാക്കി സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ കമന്റ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ല ശ്രീ PC ജോർജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ അങ്ങ്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ജനപ്രിയ നേതാവാണ്, ജനകീയനാണ്, ജയിച്ചു കയറും എന്ന് വിശ്വസിച്ചവരാണ് LDFും ജോസ് കെ മാണി അടക്കമുള്ളവർ. പക്ഷേ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിലടക്കം ചാഴിക്കാടൻ പിന്നിലേക്ക് പോയി എന്നാണ്. അപ്പൊ അങ്ങനെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പിന്നിൽ പോയി, ഡീൻ വലിയ ലീഡ് നേടി. അപ്പൊ സ്വാഭാവികമായും ഈ ജോസ് കെ മാണി പക്ഷത്തിനുണ്ടാകുന്ന ആധി എത്ര കണ്ടാണ് പറയാം. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞിട്ട് വേണം അടുത്ത കാര്യം ചോദിക്കാൻ. നിങ്ങൾ മാതിരി ആടയില കടിക്കുന്ന പോലെ കടിച്ചു കടിച്ചു പോകുന്ന അതൊന്നും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. എന്റെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സേനാപതി വേണു പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തിയുള്ള കാര്യമല്ലേ? പുള്ളി കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങളാണ്. അതാ ഇന്നിപ്പോ ദേശീയ നേതൃത്വം, ഞാൻ ഒളിച്ചു വെക്കാൻ പറയാം, ദേശീയ നേതൃത്വ ലെവലിൽ BJP സംബന്ധിച്ചുള്ളത് ഇച്ചിരി മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ UP ആണ് നമ്മളെ തകർത്ത് കളഞ്ഞത്. എന്തുകൊണ്ട് UPയിൽ ആ തകർച്ച ഉണ്ടായെന്നുള്ള പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കാര്യം എനിക്കറിയാം, ഞാൻ ഈ വേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിച്ച അതുപോലെ തന്നെയല്ലേ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പാർട്ടി നേതൃത്വം വളരെ നിഷ്പക്ഷമായി നീതിപരമായി പ്രവർത്തിച്ചു വരുന്ന അപകടങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അവിടെ സുരേഷ് ഗോപി എന്താ സംഭവിച്ചത്? അങ്ങേരും MP ആയി, രാജ്യസഭ MP ആയപ്പോഴും നിയമത്തിൽ കിടക്കുക, ജോലി ചെയ്യുക, ജനങ്ങളുടെ കൂടത്തിൽ നിൽക്കുക, അങ്ങനെയുള്ള പൊതുപ്രവർത്തനം നടത്തണം. അതല്ലാതെ ഓടി വന്ന സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് മേടിച്ചിട്ട് ഇതിനെ തിരിച്ചുപോയി കാണാനില്ല. അങ്ങനെ പോയാൽ നന്നാവില്ല. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. എഴുതിയിട്ടോളം പ്രവചനാതീതമാണ്. ആരും പ്രവചിക്കാത്ത രീതിയിൽ തന്നെയുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ നിയോജക മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതായത് ഇടതുപക്ഷം, ഞാൻ ചോദിക്കട്ടെ, CPM-ന് ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇരിക്കുക എന്താ യോഗ്യത? അങ്ങേരുടെ ധർമ്മടം ഉൾപ്പെടെ പോയില്ലേ? അങ്ങേരുടെ നിയോജകമണ്ഡലം പോയില്ലേ? പുള്ളി എന്തിനവിടെ കുത്തിയിരിക്കുന്നതിനി? മാന്യത ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറഞ്ഞു. പക്ഷേ ആ ചോദ്യം PC-ക്ക് ചോദിക്കാം. പാർട്ടിയിൽ ആരെങ്കിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അത്തരത്തിൽ ചോദിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗ്യവും? ധൈര്യമായിട്ട് താമസിക്കാത്ത പാർട്ടിക്കകത്ത് നിന്ന് ചോദ്യം ഉണ്ടാവും. ഈ രാജ്യത്തെ കൊള്ളയടിച്ച് മൂട്ടിച്ച് മകളും എല്ലാം കൂടെ കേസും പ്രതിയും ആയി നിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇനി ജനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇത്തവണ തന്നെ ഈ പത്തനംതിട്ട പാർലമെന്റ് നിയമത്തിൽ CPM-ന്റെ പലരും വോട്ട് ചെയ്യാൻ പോയില്ല. ഐസക് അല്ലായിരുന്നു നേരത്തെ, പോയില്ല. ഐസക്കിന് എന്താ കാര്യം എന്ന് അവർ ചോദിച്ചു. കാരണം ഇവിടെ ഈ നിയമത്തിൽ ഒരാളെ കിട്ടാനില്ലേ. അപ്പം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഈ ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും. ഇല്ലെങ്കിലും പിണറായി വിജയൻ എന്റെ മനസ്സിൽ ഇപ്പം കേന്ദ്രത്തിൽ ഇച്ചിരി BJPക്ക് ഇച്ചിരി ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കാം. പക്ഷെ വേറെ കാര്യം, ആരും അഹങ്കരിക്കണ്ട. കോൺഗ്രസിന് ഇന്ദിരാജിയുടെ കാലത്ത് 4/3 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ? പിറ്റേ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റില്ലേ? ദയനീയമായി പോയല്ലോ. ഞാനിപ്പോൾ ഓർക്കാം, ഇന്ദിരാഗാന്ധിയെ പോലീസ് പിടുത്തവും കരിക്കേറ്റ് പുറത്തു കയറി ഇന്ദിരാഗാന്ധിയുടെ ഇരിപ്പൊക്കെ എത്രയോ വലിയ സംഭവമായിരുന്നു. ആ കോൺഗ്രസ് വീണ്ടും വന്നില്ലേ? അതാണ് ഇത്. രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പോകണ്ട, എന്ത് സംഭവിക്കാം. ഇപ്പൊ ഒരു സംശയം വേണ്ട, കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്താ? കേരളത്തിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒഴുക്ക് ശരിയായ രീതിയിൽ
BJP-യുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ BJP, ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞു, BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടാവും. BJP-കാരൻ മുഖ്യമന്ത്രിയാണെന്നില്ല, BJP ആയിരിക്കും ആര് മുഖ്യമന്ത്രിയാണെന്ന് തീരുമാനിക്കുക, ആ നിലയിലേക്ക് വരും. 29 മോദിയുടെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇലക്ഷൻ വരണമല്ലോ. 29 ഇലക്ഷൻ വേണ്ട കാണാം. 79 ഇലക്ഷൻ വന്നാൽ ഒരു സംശയം വേണ്ട, താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ആള് ഇവിടെ മുഖ്യമന്ത്രിയായി വരും. ആ സാഹചര്യം ഉണ്ടാകാൻ പോവുക. ഇത് കാണുമ്പോൾ മനപ്രയാസം എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സിനിമാ നടനായോണ്ടെന്ന്. പ്രേമനസീർ സിനിമാ നടനാണല്ലോ ജയിക്കാൻ ഞാൻ. ഇവിടെ നമ്മുടെ കൊല്ലത്തൊരു സിനിമ നടൻ നിൽക്കുന്നില്ല, അയാളെ തന്നെ ജയിക്കാത്തേ. ഇതിനു മുമ്പ് എത്ര സിനിമാ നടന്മാർ നിന്നിട്ട് ആരും ജയിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സിനിമാ നടൻ എന്നുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. BJP-യുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെയും NDA-യുടെയും പ്രവർത്തകരുടെ പോരാട്ടം, അതോടൊപ്പം ആ വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളായി സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളുമായി ഇടപെടൽ ജീവിക്കുന്നവനാണ്. അവിടുത്തെ മതമോ ജാതിയോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെ പുള്ളി എങ്ങനെ കയ്യിലെടുത്തുന്ന എത്രമാത്രം സ്നേഹം ക്രിസ്ത്യൻ സമുദായത്തിനും അദ്ദേഹത്തോടുണ്ട്. അവിടെ എല്ലാ മതസ്ഥരായ ആളുകളുടെയും സുഹൃത്തായി അങ്ങേർക്ക് മാറാൻ കഴിഞ്ഞു. അതാണ് ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. അതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കൊള്ളാവുന്ന ആളുകൾ ഇങ്ങനെ വന്ന് നിന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ ഏത് നില നീങ്ങിയാലും BJP-ക്ക് അധികാരത്തിൽ വരാൻ കഴിയും. അതിനുള്ള നീക്കം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.